അനന്യയും അശ്വനും അടുത്ത കൂട്ടുകാരായിരുന്നു. സാഹസിക യാത്രകളോടായിരുന്നു ഇരുവർക്കും ഏറെ ഇഷ്ടം. ഒരു ദിവസം പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് പൊടി പിടിച്ച ഒരു ഭൂപടം അവർക്ക് കിട്ടി. ആ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരുന്നത് വിജനമായ ഒരു വനത്തിലേക്കുള്ള വഴിയായിരുന്നു. അവിടെ ഒളിപ്പിച്ചു വെച്ച നിധി ഉണ്ടെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ആദ്യമൊക്കെ അവർക്കത് വെറും തമാശയായി തോന്നി. എന്നാൽ ഭൂപടത്തിലെ വിചിത്രമായ അടയാളങ്ങളും കാലപ്പഴക്കം ചെന്ന കടലാസിൻ്റെ രൂപവും അവരിൽ ആകാംക്ഷയുണർത്തി. ഒടുവിൽ ആ നിധി അന്വേഷിച്ചിറങ്ങാൻ അവർ തീരുമാനിച്ചു. യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഇടതൂർന്ന വനത്തിലൂടെയുള്ള വഴി ദുർഘടമായിരുന്നു. കാടിൻ്റെ നിശബ്ദത ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. അവർ പോകുന്ന വഴിയിൽ വിചിത്രമായ അടയാളങ്ങളും ആരോ പിന്തുടരുന്നതായി തോന്നുന്ന ചില അനുഭവങ്ങളുമുണ്ടായി. ഒരു ദിവസം അവർ ഒരു പഴയ തകർന്നുപോയ കുടിലിന് മുന്നിലെത്തി. ഭൂപടത്തിൽ ഈ സ്ഥലം ഒരു പ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയിരുന്നു. കുടിലിൻ്റെ വാതിൽ തുരുമ്പെടുത്തതായിരുന്നു. തുറന്നപ്പോൾ ഞരങ്ങുന്ന ശബ്ദം കേട്ടു. അകത്ത് ഇരുട്ടും ദുർഗന്ധവും നിറഞ്ഞിരുന്നു. തറയിൽ പൊട്ടിയ മൺപാത്രങ്ങളും ചിതറിക്കിടക്കുന്ന പുസ്തകത്താളുകളും കണ്ടു. അവിടെ അവർക്ക് ഒരു ചെറിയ പെട്ടി കിട്ടി. അത് തുറന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് ഒരു താളിയോലയായിരുന്നു. അതിൽ നിധിയുടെ അടുത്തുള്ള അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാടിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം കാക്കുന്നത് നിഴലുകളാണ്. തെറ്റായ ചുവടുവെച്ചാൽ അവർ നിങ്ങളെ വിഴുങ്ങും. ആ വാക്കുകൾ അവരെ ഭയപ്പെടുത്തി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കുടിലിൻ്റെ വാതിൽ പതിയെ അടയുന്നത് കണ്ട് പുറത്ത് വേറെ ഒരാൾ ഉണ്ടെന്ന് അവർക്ക് തോന്നി.